നാരായണം നമസ്കൃത്യ നരം ജൈവനരോത്തമം ദേവീം സരസ്വതി വ്യാസം തതോ ജയോദീരേത്. ഹരിവംശ പ്രഭാഷണ പരമ്പരയുടെ 32ാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 61 അധ്യായങ്ങൾക്കുള്ള വിഷയങ്ങളാണ് ഇന്ന് പ്രതിപാദിക്കുന്നത്. അപ്പോൾ നമ്മൾ രുക്മിണീ സ്വരം കേട്ടു. കൃഷ്ണൻ മറ്റ് പത്നിമാരെയും സ്വീകരിച്ചു എന്നുള്ളതും ചുരുക്കത്തിൽ പറഞ്ഞു. ഇനി പറയാൻ പോകുന്നത് രുക്മിയെ വധിച്ചതും പിന്നീട് നരകാസുരനെ വധിച്ചതും നരകാസുരനെ വധിച്ചതൊക്കെയാണ്. രുക്മിയെ വധിച്ചത് കൃഷ്ണനല്ല, ജ്യേഷ്ഠനായ ബലരാമനാണ്. അതിനുണ്ടായ സാഹചര്യങ്ങളൊക്കെയാണ് പിന്നീട് തൊട്ട് പിന്നത്തെ അധ്യായത്തിൽ പറയുന്നത്. ഇപ്പോൾ രുക്മിണിയെ കൃഷ്ണന് വിവാഹം ചെയ്ത് കൊടുക്കുന്നതിൽ രുക്മിണി കൃഷ്ണനെ സ്വീകരിച്ചതിൽ വളരെ വിഷമമുണ്ടായിരുന്നയാളാണ് രുക്മിണിയുടെ ജ്യേഷ്ഠനായ രുക്മി. പക്ഷേ പെങ്ങളോട് വളരെ സ്നേഹം ഉണ്ടായിരുന്ന ആളും കൂടിയാണ്. അതുകൊണ്ട് അദ്ദേഹം കൃഷ്ണനോട് ദ്വേഷമൊക്കെ ഉണ്ടെങ്കിൽ രുക്മിണിയോട് ദ്വേഷമൊന്നും കാണിച്ചില്ല. അത് മാത്രമല്ല, കാലം കഴിഞ്ഞ് രുക്മിണിക്ക് പ്രദ്യുമ്നൻ എന്ന മകനുണ്ടായി. കൃഷ്ണൻ്റെ ആദ്യത്തെ സന്താനമാണ് രുക്മിണിയിലുണ്ടായ പ്രദ്യുമ്നൻ. ആ പ്രദ്യുമ്നൻ സ്വാഭാവികമായിട്ടും കൃഷ്ണനടുത്ത് ഗുണഗണങ്ങളൊക്കെ ഉള്ള ആളായിരുന്നു, വീര്യവാനായിരുന്നു, തേജസ്സുള്ളവനാണ്, സുന്ദരനാണ്, രുക്മിണിയുടെ മരുമകനുമാണല്ലോ. അപ്പോൾ ആ രുക്മി തൻ്റെ മകളുടെ സ്വയംവരത്തിൻ്റെ സമയത്ത് ആൾക്കാരെ ക്ഷണിച്ചു. അവർക്ക് ശുഭാംഗി എന്നാണ് പേര് എന്നൊക്കെ അവിടെ പറയുന്നത്. അതാണ് ഏറെക്കാലം ചെന്ന ശേഷം പിന്നെ ആ രുക്മി വീര്യവാൻ കഴിപ്പിച്ചു മകളുടെ സ്വയംവരമരിന്തമാ. രുക്മി ക്ഷണിച്ചിട്ടലചേരങ്ങു രാജകുമാരരും സ്ത്രീയാണ്ടോ പലതിക്കുന്നും വീര്യമുള്ളവരെത്തിനാർ. പ്രദ്യുമ്നൻ അവിടെ ചെന്നു കുമാരന്മാരോടൊത്തവൻ അവൾ കാമിച്ചിരുന്നവനെ ആ ശുഭനേത്രയെ. ശുഭാംഗി എന്ന വൈദർഭി കാന്തികളുള്ളവൾ. ശുഭാംഗി എന്നാണ് ഈ രുക്മിപുത്രിയുടെ പേര്. രുക്മിയുടെ മകളാണ്. ഈ പ്രദ്യുമ്നാകട്ടെ രുക്മിയുടെ മരുമകനുമാണ്. പെങ്ങളായ രുക്മിണിയുടെ മകനാണല്ലോ. അദ്ദേഹം പല രാജകുമാരന്മാരുടെയും കൂട്ടത്തിൽ സ്വയംവരത്തിനവിടെ ചെന്നു. അദ്ദേഹത്തിൻ്റെ സൗന്ദര്യവും ശരീരശോഭയൊക്കെ കണ്ടിട്ട് ഈ രുക്മിപുത്രി കൃഷ്ണപുത്രനായ പ്രദ്യുമ്നനെ വരിക്കുകയും ചെയ്തു. അതിനൊന്നും എതിർക്കാനൊന്നും പോയില്ല രുക്മി. കാരണം ഭാഗവത്തിൽ കാണാം സ്വസ്തുപ്രിയ ചികീർഷയാ എന്നൊക്കെ. തൻ്റെ പെങ്ങളുള്ള സ്നേഹം കാണിക്കണമെന്ന് വിചാരിച്ചിട്ടാണ്. വള്ളത്തോളിൻ്റെ പ്രസിദ്ധമായൊരു കവിതയുണ്ട്, ഒരു കത്ത് എന്ന പേരിലുള്ള ഒരു കവിതയിൽ രുക്മി തങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് കൃഷ്ണനോടെ പോയതിനെപ്പറ്റി ദുഃഖിച്ചുകൊണ്ട് രുക്മിക്ക് ഒരു കത്തെഴുതിയതായിട്ട് ഭാവന ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രുക്മി മുതലായ 5 സഹോദരന്മാർക്കും കൂടിയുള്ള ആകെയുള്ള പെങ്ങളായിരുന്നു. അവൾ തങ്ങൾക്ക് പ്രിയമില്ലാത്ത അഥവാ തങ്ങൾക്ക് ദേഷം തന്നെയുള്ള കൃഷ്ണനെ സ്വീകരിച്ചതിൽ രുക്മിക്കും ഒക്കെ വലിയ വിഷമമുണ്ടായിരുന്നു. എന്നാൽ പെങ്ങളുള്ള സ്നേഹം കൊണ്ട് തൻ്റെ മകളെ രുക്മിണിയുടെ പുത്രനെ വിവാഹം ചെയ്തു കൊടുത്തു. ആ വിവാഹത്തിൽ വിസമ്മതൊന്നും പ്രകടിപ്പിച്ചില്ല. അങ്ങനെ പ്രദ്യുമ്നൻ അവരിച്ച ആളാ വൈദർഭി ദീപുഖാദിയെ. സർവശാസ്ത്രജ്ഞനാണല്ലോ സിംഹകായൻ അവൻ. രൂപം കൊണ്ട് അതിലിട്ടുള്ളവൻ പാരിൽ കേശവനന്ദനൻ. സ്വയംവരം കഴിഞ്ഞിട്ടു തൻ പുരം പൂവിനാവൻ. വിവാഹം കഴിഞ്ഞ് വിവാഹത്തിൽ അവൾ മാലയിട്ട് സ്വീകരിച്ചു. പിന്നീട് യാദവന്മാർക്ക് കൂടിയിട്ട് ദ്വാരയിലേക്ക് പോവുകയും ചെയ്തു. ഇദ്ദേഹമാകട്ടെ പ്രത്യേകിച്ച് അത് എതിർക്കൊന്നും ചെയ്തില്ല. കാലം കഴിഞ്ഞു. ഈ പ്രദ്യുമ്നൻ്റെ മകനായി അനിരുദ്ധൻ ജനിച്ചു. കൃഷ്ണൻ്റെ മകൻ്റെ മകനാണ്, രുക്മിണിയുടെയും മകൻ്റെ മകനാണ്. ആ പ്രദ്യുമ്നാകട്ടെ അനിരുദ്ധനാകട്ടെ രുക്മിണിയുടെ പുത്രൻ്റെ മകളെ കല്യാണം കഴിച്ചു. അതായത് തൻ്റെ മകളെ രുക്മിണിയുടെ ആദ്യ പുത്രന് കൊടുത്തു. മകൻ്റെ മകളെ രുക്മിണിയുടെ പൗത്രനും കൊടുത്തു. ആ തലമുറയായിട്ട് അവരെ ബന്ധം ഇങ്ങനെ നീണ്ടുപോവാണ്. അനിരുദ്ധാഖ്യനെ പോലെ കർമ്മത്താലെ അതുല്യനെ. അപ്പോൾ ഇങ്ങനെ വിവാഹമൊക്കെ നടന്നു. അതായത് ഉള്ളുകൊണ്ട് വിരോധമൊക്കെ ഉണ്ടെങ്കിൽ കൂടി പ്രത്യക്ഷത്തിൽ വിരോധമൊന്നും കാണിക്കാതെ വിവാഹമൊക്കെ നടത്തി. അതിനെപ്പറ്റി ഭാഗവത്തിലും പ്രതിപാദ്യം കാണാം. അപ്പോൾ ഉള്ളിൽ സ്നേഹമില്ലാത്തവർ തമ്മിലുള്ള ഈ ബന്ധുത്വം, ശത്രുക്കൾ തമ്മിൽ വിവാഹ ബന്ധത്തിലൊക്കെ ഏർപ്പെട്ട് കഴിഞ്ഞാൽ കുഴപ്പമല്ലേ എന്ന് പരീക്ഷിച്ച് ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടായതെന്ന് ശ്രീശിവൻ മറുപടിയും പറയുന്നുണ്ട്. ഇവിടെ
ഈ അനിരുദ്ധൻ്റെ വിവാഹം കഴിഞ്ഞ് ഒരു ബന്ധുക്കളായല്ലോ. അങ്ങനെ ഇരിക്കെ രാജാക്കന്മാരും കൂടി ഒത്തുചേരുന്ന സമയത്ത് ചിലരൊക്കെ ഈ രുക്മിയെ പ്രേരിപ്പിച്ചു. രുക്മിണിയുടെ സഹോദരനായ രുക്മിയെ പ്രേരിപ്പിച്ചു, കൃഷ്ണൻ്റെ ജ്യേഷ്ഠനായ ബലരാമനെ ചൂതിന് വിളിക്കൂ. ചൂത് രാജാക്കന്മാരുടെ പ്രസിദ്ധമായ വിനോദമാണ്. ഈ ബലരാമന് ചൂത് കളിക്കാൻ വലിയ അറിവൊന്നുമില്ല, പക്ഷെ ചൂതിന് കുറച്ച് കമ്പമുള്ള ആളാണ്. നമുക്ക് അയാളെ തോൽപ്പിച്ചിട്ട് ആനന്ദിക്കാം, അയാളെ പരിഹസിക്കുക എന്നുള്ള മട്ടിലാണ്. അങ്ങനെ ഈ ബലരാമനും ഒരു ഭാഗത്തും രുക്മി ഒറ്റ ഭാഗത്തുമായിട്ട് ചൂത് കളിച്ചു. കാശി രാജാവ് മുതലായവരൊക്കെ രുക്മിയെ പ്രോത്സാഹിപ്പിക്കാനും പിന്താങ്ങാനും രംഗത്തുണ്ടായിരുന്നു. അതേപറ്റിയൊക്കെയാ പറഞ്ഞത്. ഭവൻ ജ്യോതിൽ പടുതരൻ കളിക്കിച്ചിപ്പ് ഞങ്ങളും പ്രിയദ്യോതൻ രാമനിവൻ അക്ഷങ്ങളിൽ അദക്ഷണൻ. ഈ ബലരാമൻ സാമർഥ്യമൊന്നുമില്ലാത്ത ആളാണ്. അപ്പോൾ അയാളെ കൊണ്ടു ചാടിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് കളിച്ചത്. ആയിരക്കണക്കിന് സ്വർണ്ണ നാണയങ്ങളൊക്കെ പണയം വെച്ചുകൊണ്ട് രാജാക്കന്മാരാണല്ലോ കയമായിട്ടുള്ള ചൂതുകളി നടന്നു. ആദ്യത്തിലെ 1-2 കളിയിൽ ബലരാമൻ തോൽക്കുകയും ചെയ്തു. 10,000 സ്വർണ്ണ നാണയം നഷ്ടപ്പെട്ടു. അപ്പോൾ അവർ ഈ കാശി രാജാവും രുക്മിയൊക്കെ കൂടിയിട്ട് വലിയ ശബ്ദത്തിൽ ഞങ്ങൾ ജയിച്ചു, ബലരാമൻ തോറ്റുപോയി എന്നൊക്കെ കയമായിട്ട് ആഘോഷിച്ചു. കളിയിൽ നടക്കുന്ന സ്ഥലത്തുള്ളവർ മാത്രമല്ല ദൂരെയുള്ളവരും കൂടി കേൾക്കാനൊക്കെ വലിയ ശബ്ദത്തിൽ ഘോഷമൊക്കെ ഉണ്ടായി. അങ്ങനെ ഘോരമാം കലഹസ്ഥാനം പ്രഹഷ്ടപ്രക്ഷകാരണം പറയുന്നുണ്ട്. പിന്നെ ചോദാട്ടകം വർക്കരതി നാശനം. സന്തോഷമൊക്കെ ഇല്ലാണ്ടാക്കുന്നതാണ് സാധാരണ ചൂത്. കാരണം ചൂതിൽ വാശി വരും, ജയിക്കണം എന്നുള്ള വിചാരം കൊണ്ട് അധർമ്മമൊക്കെ ചെയ്തു എന്ന് വരാം. ചൂതുകളി രാജാക്കന്മാർക്ക് നിരോധിക്കപ്പെട്ടിട്ടൊന്നുമില്ലെങ്കിലും ചൂത് കളിച്ചിട്ട് എത്രയോ രാജാക്കന്മാർ കഷ്ടത്തിലായ കഥകൾ പുരാണത്തിലുണ്ട്. ആ യോഗ്യന്മാരായ രാജാക്കന്മാരോടും ചൂതുകളിയിലെ ആവേശത്തിൽ പെട്ടിട്ട് സർവസ്വം കളഞ്ഞു കുളിച്ചതിൻ്റെ കഥകളൊക്കെ പുരാണത്തിൽ അനവധിയുണ്ട്. മഹാഭാരതത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, നളൻ പുഷ്കരനോട് ചൂത് കളിച്ച് സർവസ്വം പണയം വെച്ച് ഭാര്യയോടുകൂടി കാട്ടിലേക്ക് ഇറങ്ങി പോകേണ്ടി വന്ന കഥയൊക്കെ നമ്മൾ കേട്ടത്. അതുകൊണ്ടൊക്കെയാണ് ഇവിടെ കവി പറയുന്നത് യഥാർത്ഥത്തിൽ ഘോരമാം കലഹസ്ഥാനം ഹൃഷ്ടപ്രക്ഷകാരണം. എല്ലാ സന്തോഷത്തെ ഇല്ലാതാക്കുന്നതാണ് ചൂതുകളി, കലഹത്തിന് കാരണമായതാണ്. ഭാഗവതത്തിൽ ചൂതിനെ കലിയുടെ 5 സ്ഥാനങ്ങളിലൊന്നായിട്ട് കൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെയൊക്കെ ഇവിടെ നടന്നു എന്ന് പറയാൻ. ഇങ്ങനെ 2 പ്രാവശ്യം തോറ്റെങ്കിൽ 3-ാമതും ബലരാമൻ വാശി പിടിച്ച് ലക്ഷക്കണക്കിന് സ്വർണ്ണ നാണയങ്ങൾ പണയം വെച്ചുകൊണ്ട് വീണ്ടും കളിച്ചു. ആ സമയത്ത് യഥാർത്ഥത്തിൽ ജയിച്ചത് ബലരാമനാണ്. പക്ഷേ ഇവർ 4 പുറയും കൂടി നിന്നിട്ട് ബലരാമനെ പിന്താങ്ങുന്നൊക്കെ അവിടെ അടുത്താരും ഉണ്ടായിരുന്നില്ല. ഈ രുക്മിണിയുടെ അനുയായികളും സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ കൂടി ജയിച്ചത് ബലരാമനാണെങ്കിൽ ഞങ്ങളാണ് ജയിച്ചതെന്ന് പറഞ്ഞാൽ വലിയ ഘോഷം കൊട്ടി എഴുന്നേറ്റ് തുള്ളിച്ചാടുകയും. ബലരാമന് വല്ലാണ്ട് ദേഷ്യം വന്നു. അദ്ദേഹം സ്വതേ തന്നെ ക്രുദ്ധനാണ്. പക്ഷെ അത് സഹിച്ചു. എന്നിട്ട് വീണ്ടും കളിച്ചു. വീണ്ടും കളിച്ചപ്പോഴും ബലരാമൻ ജയിച്ചു. പക്ഷെ ജയിച്ചെങ്കിലും ഞാനാണ് ജയിച്ചതെന്ന് ഈ രുക്മി വലിയ ബഹളം കൂട്ടി. സ്വർണ്ണകോടി പണയമാമഹാനോട് നേടി ഞാനെന്നവനോട് ആ ചതിയൻ ചൊല്ലി ഞാനുടൻ മേനി ചൊല്ലിച്ചിരിച്ചാക്ഷേപിച്ചു മുസലിയെ സ്വയം. ഹലായുധനായിരിക്കുന്ന ബലരാമനെ പരിഹസിക്കാനിരിക്കുകയോ ചെയ്തത്. ബലരാമന് ക്രോധം സഹിക്കാൻ വയ്യാതായി. ആ സമയത്ത് തന്നെ ആകാശവാണിയായിട്ട് അശരീരിയായിട്ട് വാക്യമുണ്ടായി, ഈ ബലരാമൻ തന്നെയാണ് ജയിച്ചത് എന്ന് അശരീരി വാക്യമുണ്ടായി. അശരീരി വാക്യം സാധാരണ സത്യപ്രസ്താവനയായിട്ടും ദേവന്മാരുടെ വാക്കായിട്ടൊക്കെ കരുതാറുണ്ട്. അതോട് കൂടിയിട്ട് തന്നെ അപമാനിച്ചവനായി രുക്മിയോടുള്ള ക്രോധം കൊണ്ട് ബലരാമൻ ഇരുമ്പലൊക്കെ കടിച്ചു കൊന്നു എന്നാണ് ചില പുരാണങ്ങളിൽ. ഇവിടെ പറഞ്ഞല്ല, ഈ ചൂതിൻ്റെ തട്ടുണ്ടല്ലോ, അത് സ്വർണ്ണപ്പൊന്മയമായ ചൂതിൻ്റെ പലകയാണ്. ആ പലക കൊണ്ട് അടിച്ചു എന്നാണ്. ഇങ്ങനെ ചെയ്തു. കൃഷ്ണനായി രുക്മിക്ഷയങ്ങൾ വധിപ്പിച്ച് പാർത്ഥിവൻ 4 അക്ഷമുള്ള കളിയിൽ ധർമ്മത്താൽ വലദേവനാൽ തോൽപ്പിക്കപ്പെട്ടൊരാഭൂപൻ ഇല്ലെന്നാൽ വലനോടുടൻ ധൈര്യം കൊണ്ടുള്ളർപ്പിച്ചിട്ടൊന്നും മിണ്ടിയതില്ലവൻ. ബലദേവൻ ചതിമൊഴി അത് കേട്ടു നിലാധിപ. ഞാനാണ് ജയിച്ചതെന്നുള്ള ചതിയായ വാക്ക് കേട്ടിട്ട് ദേഷ്യം വന്നു. ആ സമയത്താണ് അശരീരി വാക്യമുണ്ടായി. സത്യം ചൊല്ലി ബലൻ ശ്രീമാൻ തോറ്റു ധർമ്മപ്പടിങ്കിവൻ. ധാർമ്മികമായി നോക്കിയാൽ ഈ രുക്മി തോൽക്കുക ചെയ്തത് കാണാം. സത്യമായി പറഞ്ഞാൽ ഇയാൾ തോൽക്കുക ചെയ്തതെന്ന് അശരീരി വാക്യമുണ്ടായി. എന്നാകാശത്ത് ഉരച്ചൊരാ തഥ്യമം വാക്കു കേട്ടുടൻ ബലൻ ബലിയെഴുന്നേറ്റു പൊന്മയത്താൽ കനത്തതാൽ രുക്മി കണ്ണനായോരെ തച്ചു
രുക്മിണിയുടെ ജ്യേഷ്ഠനായ രുക്മിയെ അടിച്ചു നിർത്തും. അയാളെ വധിച്ചു. അതോടുകൂടിയിട്ട് മതിച്ച് അഷ്ടാവതത്താൽ ആ വധിച്ചു യദുനന്ദനൻ. അയാള് അഷ്ടാവതെന്ന് വെച്ചാൽ ചൂതിൻ്റെ പലകയാണ്. ആ ചൂത് കളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പലക, ഈ ചെസ് ബോർഡൊക്കെ ഇല്ലേ, അതേപോലെ അത് വളരെ ഭാരമുള്ളതാണ്, രാജാക്കന്മാരുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് കേമത്തിൽ ലോഹം കൊണ്ടൊക്കെ ഉണ്ടാക്കിയതാണ്. അതെടുത്ത് അടിച്ചു. എന്ന് മാത്രമല്ല, ഈ രുക്മിയെ പിന്താങ്ങിക്കൊണ്ടും ബലരാമനെ പരിഹസിക്കുന്നതിൽ വലിയ ഉത്സാഹവും കാണിച്ച കാശി രാജാവിൻ്റെ പല്ലൊക്കെ അടിച്ചു പൊളിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ബഹളമൊക്കെ ഉണ്ടായി. ദന്തങ്ങ വിത്തി സംരംഭാൻ സിംഹം പോലാർത്തുതാനുമേ വാളോങ്ങിക്കൊണ്ടവൻ പേടിപ്പിച്ചു മന്നോരെയൊക്കെയും. അങ്ങനെയൊക്കെ ചില ബഹളങ്ങളൊക്കെ ഉണ്ടായി. ഏതായാലും കൃഷ്ണനാകട്ടെ തൻ്റെ ജ്യേഷ്ഠൻ രുക്മിണി സഹോദരനായ രുക്മിയെ വധിച്ചു എന്ന് കേട്ടപ്പോൾ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലാണ്. ഭാഗവത്തിൽ കാണാം, സ്നേഹഭംഗഭയാൽ ഹരി. അതായത് ഒന്നും പറയാൻ വയ്യായിരുന്നു കൃഷ്ണന്. ഒന്ന് തൻ്റെ ഭാര്യയുടെ സഹോദരനെ വധിച്ചപ്പോൾ അത് നന്നായി എന്ന് പറഞ്ഞ് ജ്യേഷ്ഠനെ അഭിനന്ദിക്കാൻ വയ്യ. അത് രുക്മിണിക്ക് ഇഷ്ടാവില്ല. കൊന്നത് മോശമായിപ്പോയി എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠനായ ബലരാമനും ഇഷ്ടാവില്ല. രണ്ടാളും എനിക്ക് വേണ്ടപ്പെട്ടവരാണല്ലോ. അതുകൊണ്ട് കൃഷ്ണൻ മിണ്ടാണ്ടിരുന്നു എന്നാണ്. തൂഷ്ണീയമാസെന്നോ പോലെ മിണ്ടാണ്ടിരുന്നു. ഇങ്ങനെ ചില വിദ്യകളൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ വൈരം വൃഷ്ണികളോടുണ്ടായി വന്നതും ഭരതർഷഭ. അതുകൊണ്ട് വിവാഹ സമയത്ത് വിവാഹം കൊണ്ട് ഊട്ടിയുറപ്പിച്ചതായ പുറത്തേക്കെങ്കിലും സൗഹൃദം ഉണ്ടെന്ന് ഭാവിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തത്. പക്ഷെ ആന്തരികമായ ചില ശത്രുത ഉണ്ടാവാതിച്ചതെന്ന് പറയാൻ. രുക്മിക്കുണ്ടായ നിധനം ഇതെല്ലാം നിന്നോടോ ദിനൻ, ഇതൊക്കെ ഞാൻ എന്താ രാജാവേ നിന്നോട് പറഞ്ഞു എന്ന് വൈശമ്പാനും പറയാൻ. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ 62-ാമത്തെ അധ്യായത്തിലൊക്കെ കാണുന്നത് ജനമേജൻ്റെ ഒരു ചോദ്യമാണ്. കഥ കേൾക്കുന്ന ജനമേജൻ വൈശമ്പാനോട് പറയുകയാണ്, എനിക്ക് ആ ബലരാമൻ്റെ അത്ഭുത വീര്യങ്ങളൊക്കെ നീ കേൾക്കണമെന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ബലരാമൻ ചെയ്ത ചില വിക്രിയകളൊക്കെ പറയാം. ഇതൊക്കെ ഇത് ഏറെക്കുറെ ഭാഗവത്തിൽ കാണാം. ബലരാമൻ്റെ കഥ കേൾക്കണമെന്ന് ഈ പരീക്ഷത്ത് ആവശ്യപ്പെടുന്നു. പരീക്ഷത്ത് ജനമേജൻ്റെ അച്ഛനാണ്. ആ അച്ഛനായ പരീക്ഷത്തിനോടാണ് ശ്രീശുഖൻ പറഞ്ഞത്. ഇവിടെ മകനായ ജനമേജനോട് വൈശമ്പായനം പറയുന്നു. ഇതേ വ്യത്യാസമുള്ളൂ. അപ്പം അങ്ങനത്തെ കഥകൾ ബലരാമൻ്റെ വീര്യപരാക്രമങ്ങളൊക്കെ കേൾക്കണമെന്ന് പറഞ്ഞപ്പോൾ അതാണ് 62-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. അവിടെ പറഞ്ഞ മുമ്പ് ദുര്യോധൻ്റെ മകൾ ലക്ഷണ എന്നൊരു കന്യക ഉണ്ടായിരുന്നു. ആ ലക്ഷണയ്ക്ക് സ്വയംവരം നിശ്ചയിച്ചു. ഹസ്തിനപുരിയിൽ സ്വയംവരത്തിൻ്റെ ഘോഷം നടക്കുന്ന സമയത്ത് ഈ യാദവന്മാരെ ക്ഷണിച്ചില്ലോ എന്നൊക്കെ ഉള്ളത് പല തരത്തിലാണ്. അതായത് പ്രസക്തമായ സംഗതി എന്താ വെച്ചാൽ, ഭഗവാന്റെ പുത്രനായ ജാമ്പൂതിയിലുണ്ടായ പുത്രനാണ് സാമ്പൻ. ആ സാമ്പൻ എന്ന ആ കൃഷ്ണപുത്രൻ ഹസ്തിനപുരി ചെന്നു. വിവാഹം നടക്കുന്ന സമയത്ത് ഈ കന്യകയെ ബലാത്കാരേണ അപഹരിച്ചു എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സമ്പ്രദായത്തിലാണ്. ഈ സാധാരണ സ്വയംവരത്തിൽ കന്യകമാർ വളർത്തിപ്പിടിച്ച ഒരു വർണ്ണമാല്യമായിട്ട് രാജാക്കന്മാരുടെ ഇടയിൽ സഞ്ചരിക്കും. തങ്ങൾക്ക് ബോധ്യപ്പെട്ട രാജാവിൻ്റെ കഴുത്തിൽ ഈ വർണ്ണമാല്യം അർപ്പിക്കും. അയാൾ സ്വീകരിച്ചതിൽ കണക്കാക്കും. ഇങ്ങനെയാണ് സമ്പ്രദായം. അപ്പോൾ ഇവിടെ സാമ്പൻ ഈ കന്യക തന്നെ വരിക്കില്ലേ എന്ന് സംശയിച്ചു. വരിച്ചില്ലെങ്കിൽ യഥാർത്ഥത്തിൽ അഭിമാനക്ഷതമായിട്ടൊന്നും വിചാരിക്കാനില്ല. ഒരു കന്യകക്ക് അനവധി രാജാക്കന്മാരുണ്ടാവില്ല, എല്ലാവരും വരിക്കാനാവില്ല. അപ്പോൾ അതിനൊന്നും തോന്നണ്ടില്ല. പക്ഷെ ഇദ്ദേഹത്തിന് ദുരഭിമാനം തോന്നി. അച്ഛൻ 16 വിവാഹം കഴിച്ചിട്ടുള്ള അച്ഛൻ്റെ മകനായ എനിക്ക് ഒരു കന്യകയെ പോലും തരായില്ല എന്നുള്ള കഷ്ടമല്ലെന്നോ എന്ന് വിചാരിച്ചിട്ടായിരിക്കണം ഇദ്ദേഹം മാലയ്ക്കുള്ളിലേക്ക് കഴുത്തിട്ടു എന്നാണ് ചെല്ലു പറയുന്നത്. ചെല്ലു പറഞ്ഞാൽ അങ്ങനെയല്ല, ആ സ്ത്രീയുടെ കൈ പിടിച്ചിട്ട് മാല തൻ്റെ കഴുത്തിലേക്ക് ഇടിച്ചു എന്നാണ്. ഇങ്ങനെ രസികന്മാർ പലയിടത്തും പറയാറുണ്ട്. ഭാഗവതത്തിലൊക്കെ പറയുന്നത് അകാമസ്ഥാം ഹര എന്നാണ്. തന്നോട് കാമില്ലാത്തവളെ ഹരിച്ചു എന്നാണ്. ഏതായാലും സദസ്സിൽ വെച്ച് ഇങ്ങനെ ചെയ്തപ്പോൾ സ്വാഭാവികമായും മഹാഭാരത യുദ്ധത്തിന് മുമ്പാണ്. അവിടെ കേമന്മാരായ കൗരവ പ്രമാണികളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ കൃഷ്ണൻ്റെ പുത്രനായ സാമ്പൻ ഇങ്ങനെ ചെയ്തപ്പോൾ അവർക്ക് ദേഷ്യം വന്നു. അവർക്ക് കൂടിയിട്ട് സാമ്പനോട് യുദ്ധത്തിന് വന്നു എന്നൊക്കെയാണ് കഥ. ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ, ദുര്യോധനൻ്റെ മകളെ ഹരിക്കുമ്പോൾ നിബദ്ധനായി സാമ്പൻ ജാമ്പവതീപുത്തൻ ഹസ്തിനാപുര വന്നനെ. ഹരിക്കുന്ന സമയത്ത് ഇവരൊക്കെ കൂടിയിട്ട് ആളെ നേരിട്ടു. സാമ്പനായിട്ട് യുദ്ധത്തിന് പോയ ആളല്ല, വലിയ ആയുധങ്ങളൊന്നും കരുതിയിട്ടുണ്ടാവില്ല. വിവാഹത്തിൽ പങ്കെടുക്കാൻ പോയതാണല്ലോ. അവിടെ ആകട്ടെ ഈ ദുര്യോധനൻ
കർണൻ മുതലായി മഹാകേവന്മാരായ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ കൂടിയിട്ട് അദ്ദേഹത്തെ ചെയ്ത് തോൽപ്പിച്ചു. അദ്ദേഹത്തെ ബന്ധനസ്ഥനായി. ഇങ്ങനെ സാമ്പൻ ബന്ധനസ്ഥനായി കൗരവപുരിയിൽ നിന്ന് കേട്ടപ്പോൾ ഒരഭിമാനിച്ചതാണല്ലോ. ആളെ മോചിപ്പിക്കാന്നൊക്കെ വേണം കൃഷ്ണൻ നാരായണ സൈന്യത്തോടു കൂടി പുറപ്പെട്ടു. നാരദനാണ് വിവരമൊക്കെ വന്നിട്ട് ധാരാളം ഒന്ന് പറഞ്ഞതെന്നൊക്കെ കഥകളുണ്ട്. ഏതായാലും ദുര്യോധനൻ തൻ്റെ ശിഷ്യനാണ് എന്ന് ബലരാമൻ പറഞ്ഞു. ബലരാമൻ്റെ ശിഷ്യത്വമുണ്ട് ദുര്യോധനൻ. അതുകൊണ്ട് ആ ദുര്യോധനുമായിട്ട് നമ്മൾ യുദ്ധത്തിന് പോകേണ്ട കാര്യമില്ല. എന്ന് മാത്രമല്ല, കൗരവന്മാരും യാദവന്മാരും തമ്മിൽ പല ബന്ധുത്വമുണ്ട്. കൃഷ്ണൻ്റെ ഒക്കെ അച്ഛമകളായ കുന്തി ദേവിയെ വിവാഹം ചെയ്തത് പാണ്ഡുവാണ്. പാണ്ഡു കൗരവനാണ്, കുരുക്കന്മാരിൽ പെട്ട ആളാണ്. അപ്പം അങ്ങനെ പല ബന്ധം ഉണ്ടായിരിക്കുക. അവർ തമ്മിൽ വലിയ യുദ്ധത്തിനോ കൊലയ്ക്കൊന്നും പുറപ്പെടണ്ട, ഞാൻ പറഞ്ഞിട്ട് രാമനെ വിടിയിക്കാമെന്നുള്ള ഭാവത്തിൽ ബലരാമൻ ഉദ്ധവൻ മുതലായവരൊക്കെ കൂട്ടിയിട്ട് ഹസ്തിനപുരി ചെന്നു. ഹസ്തിനപുരി ചെന്നിട്ട് താൻ വന്ന വിവരം അറിയിച്ചു. ദുര്യോധനാകട്ടെ ഗുരുനാഥനായ ബലരാമൻ വന്നു എന്ന് കേട്ടപ്പോൾ ഗംഭീരമായി സ്വീകരിക്കാനൊക്കെ ഉള്ളം അഷ്ടമംഗല്യ വസ്തുക്കളൊക്കെ എടുത്തു വന്നു. പക്ഷെ അതൊക്കെ സ്വീകരിക്കുന്നതിന് മുമ്പായിട്ട് ബലരാമൻ പറഞ്ഞു, ഞാൻ നിൻ്റെ സൽക്കാരം സ്വീകരിക്കാൻ വന്നതല്ല, എൻ്റെ അനുജൻ്റെ മകനായ സാമ്പനെ നിങ്ങൾ ബന്ധനസ്ഥനാക്കിയെന്ന് കേട്ടു, അതുകൊണ്ട് ആളെ വിട്ടയക്കണം. ഇത് ഉഗ്രസേന രാജാവിൻ്റെ ആജ്ഞയാണെന്ന് കൂടി പറഞ്ഞു എന്ന് ഭാഗവതത്തിലുണ്ട്. അത് ദുര്യോധന തീരെ ഇഷ്ടമായില്ല. കാരണം ദുര്യോധന സ്വയം വിചാരിക്കുന്നത് ഞങ്ങൾ മഹാഭാരതത്തിൻ്റെ മുഴുവൻ, ഈ വലിയ ഭാരത രാജ്യത്തിൻ്റെ മുഴുവൻ അധിപതികളായ ചക്രവർത്തിമാരാണ്. ഈ യാദവന്മാരാണെങ്കിൽ അല്പവീരന്മാരാണ്. അവർക്ക് യഥാർത്ഥത്തിൽ യാദീശാപം കാരണം ശരിക്കും സിംഹത്തിരിക്കാനോ വെൺകട്ടക്രോ പിടിക്കാനുള്ള അവകാശം പോലും ഇല്ല. ക്ഷത്രിയ കുലത്തിലാണെന്ന് പറയാന്നേ ഉള്ളൂ. അങ്ങനെയുള്ള ഇവർ ഞങ്ങളോട് ആജ്ഞാപിക്കുക എന്ന് പറഞ്ഞാൽ ഒരു അപമാനിക്കലാണെന്ന് തോന്നി. അതിന് ക്രോധം വന്നു. അദ്ദേഹം അകത്തേക്ക് കയറി എന്നിട്ട് ഈ ബലരാമൻ കേൾക്കാതൊക്കെ ഉണ്ടെങ്കിൽ അധിക്ഷേപ വാക്കൊക്കെ പറഞ്ഞു. കാലിലിരിക്കുന്ന ചെരിപ്പ് തലയിൽ കയറിയിരിക്കണമെന്ന് മോഹിക്കുന്ന പോലെയാണ് ഇതൊക്കെ പറഞ്ഞു ഭാഗവതത്തിൽ കാണാം. കിരീടത്തിൻ്റെ സ്ഥാനത്ത് ചെരിപ്പ് നോക്കണം എന്ന് പറഞ്ഞാൽ ആൾക്ക് സമ്മതിക്കുമോ? അതുപോലെ ഇവർ വെറും ഏഴാങ്കുലികളാണ്. അങ്ങനെയുള്ള ആളുകൾ മഹാഭാരതത്തിലെ ചക്രവർത്തിമാരായ ഞങ്ങളോട് ആജ്ഞാപിക്കാനോ എന്നുള്ള അധികാരം ഉണ്ടായി ദുര്യോധനൻ. ഇതങ്ങ് കേട്ടു ബലരാമന് വളരെ ദേഷ്യം വന്നു. ഉടനെ തന്നെ തൻ്റെ ആയുധമായ കലപ്പ മനസ്സിൽ വിചാരിച്ചു. കലപ്പ കയ്യിൽ വന്നു. ആ കലപ്പ ഭൂമിയിൽ താഴ്ത്തിയിട്ട് ഈ ഹസ്തിനാപുരി മുഴുവനായിട്ട് വലിച്ച് ഗംഗാനദിയിൽ താഴ്ത്താൻ നോക്കിയെന്നാണ് കഥ. കേവലമായിട്ട് ഉണ്ടായതല്ല. ആംഗലാസ്ത്രം കയ്യിലേറി ബ്രഹ്മമന്ത്രം ജപിച്ചവൻ പുരത്തിനുള്ളൊരാ കോട്ടക്കെട്ടിലൂന്നീ മഹാദ്യുതി ഗംഗയിൽ തള്ളുവാനൂന്നീ കുരുരാജന്റെ ആ പുരം ഉലഞ്ഞു കണ്ട പുരത്തെ ദുര്യോധന നരാധിപൻ ആ ധീമാനായി ഭാര്യയൊത്ത സാമ്പനെ കൊണ്ടു നൽകിനാൻ എന്ന് വളരെ ചുരുക്കത്തിലൂടെ പറയുക ചെയ്തിട്ടുള്ളൂ. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഈ കലപ്പയുടെ പ്രയോഗം കൊണ്ട് ആകപ്പാടെ ഹസ്തിനപുരി നഗരം മുഴുവൻ ആടി അറിഞ്ഞു. അത് കിഴക്ക് ഭാഗത്തേക്ക് താഴ്ന്നു പോലെ തോന്നി. ഭൂമി ഉലുക്കം ഉണ്ടായതുപോലെ രാജാക്കന്മാരൊക്കെ സിംഹാസനത്തിൽ ഇരുന്നവരൊക്കെ താഴെ വീണു. ആകപ്പാടെ ഇളക്കമുണ്ടായി. ഭീഷ്മദ്രോണാദികൾ വന്നിട്ട് രാമരാമ ആഹോ എന്നൊക്കെ പറഞ്ഞ് സ്തുതിച്ചു എന്നൊക്കെ പല പുരാണങ്ങൾ കാണാം. അങ്ങ് ക്ഷമിക്കണം, ഈ ബുദ്ധിയില്ലാത്ത ബാലബുദ്ധിയിലാന്നൊക്കെ അവർ ദുര്യോധനാദികൾക്കൊക്കെ വിവരം കുറവാണ്, അവരെന്തോ അസംബന്ധം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് ക്ഷന്തവർഷത്തി അതിക്രമം എന്നൊക്കെ പറയും. അങ്ങനെ ബലരാമനെ സമാധാനിപ്പിച്ചു. എന്ന് മാത്രമല്ല, ഈ കന്യകയെ ലക്ഷ്മണപുത്രിയെ വിവാഹം ചെയ്ത് കൊടുത്തു. ധാരാളം സ്ത്രീധനത്തോടുകൂടി ഉപഹാരങ്ങളോടുകൂടി അയക്കുകയും ചെയ്തു. ഇങ്ങനെയൊക്കെയാണ് കഥയുണ്ടായത്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ വീര്യമാണ്. ഇപ്പം ബലരാമൻ്റെ വീര്യത്തെക്കുറിച്ച് കേൾക്കാനാണല്ലോ വൈശംപായൻ നമ്മൾ ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം ആ കഥയൊക്കെ ഒന്നുകൂടി പറഞ്ഞു. പിന്നെ പണ്ട് ധേനുവിനെ കൊന്ന കഥ അതൊക്കെ പറയാൻ. ഇങ്ങനെയൊക്കെയാണ് ബലരാമൻ്റെ വീര്യങ്ങൾ. ഹലിപുരുഷവരൻ്റെ വേറെയും പലവിധമേ അനുരത്തതുന്തമം മഹിമയുടെ കർമ്മമൊക്കെ നീ അധികമുറയ്ക്ക് ഒരാളെ വിസ്തരാൽ എന്നോട്ട് അവസാനിപ്പിച്ചത്. ഇങ്ങനെ അനേക കഥകൾ ബലരാമനെ കുറിച്ച് പറയാനുണ്ട്. അതൊക്കെ പുരാണങ്ങൾ വിസ്തരിച്ച് പഠിക്കേണ്ടതാണ്. പിന്നെ 63-ാമത്തെ അധ്യായത്തിൽ നരകാസുരവധാണ് വിസ്തരിച്ച് വർണ്ണിക്കുന്നത്. കുറേ ശ്ലോകങ്ങളിലാണ്. ആദ്യത്തെ 63-ാം അധ്യായം ഒരു 100-ലധികം ശ്ലോകങ്ങളെ കൊണ്ട് പറയാം. 128 ശ്ലോകങ്ങളിലാണ് ഈ നരകാസുരൻ്റെ വധം, നരകാസുരനെ പറ്റി അതിനു മുമ്പ് നടത്തിയ ഗംഭീരമായ യുദ്ധമൊക്കെ പറയാം. ഈ നരകാസുരൻ്റെ ചരിത്രവും പല പുരാണങ്ങളിലുണ്ടെങ്കിലും പല പുരാണങ്ങളിലും
ചെറിയ ചെറിയ വ്യത്യാസങ്ങളോടെ എല്ലാ പുരാണങ്ങളും പറയുന്നത് ഭൂമിദേവിയുടെ മകനാണ് നരകാസുരൻ. ഭൂമിദേവി ആകട്ടെ ഭഗവാന്റെ ഭാര്യയാണ്. അപ്പോൾ ഫലത്തിൽ ഭഗവാന്റെ ഭക്തനാണെന്ന് അർത്ഥം. വരാഹാവതാരത്തിൻ്റെ സമയത്ത് അശുദ്ധമായ സമയത്ത് ഉണ്ടായ സ്പർശനത്തിൽ നിന്നാണ് ഈ ഭൂമിക്ക് നരകാസുരൻ നിറഞ്ഞ പുത്രൻ ഉണ്ടായതെന്ന് ബ്രഹ്മവിവർത്ത പുരാണം പോലുള്ള പുരാണങ്ങളിൽ സൂചനയുണ്ട്. ഇത് പുരാണത്തിലൊക്കെയുള്ള ഒരാശയാണ്. തെറ്റായ സമയത്തും തെറ്റായ രീതിയിലും നടക്കുന്ന സംയോഗത്തിനുണ്ടാകുന്ന പുത്രന്മാരൊക്കെ ദുർബുദ്ധികളും ലോകനാശകാരികളുമായിരിക്കും എന്നൊക്കെയുള്ള സങ്കല്പമാണ്. കശ്യപൻ്റെ ഭാര്യയായ ദിതിക്ക് ഹിരണ്യേശു ഹിരണ്യാക്ഷൻ ഉണ്ടായത് തന്നെ സന്ധ്യാസമയത്ത് സംയോഗത്തിൻ്റെ ഫലമാണെന്ന് ഭാഗവത്തിൽ കാണാം. അപ്പം ഇങ്ങനെ അസമയത്തും അസംബന്ധമായിട്ടൊക്കെ ഉണ്ടായ മക്കളെ കൊണ്ട് ലോകത്തിൻ്റെ ദ്രോഹമായിത്തീരുന്നതാണ് പറയുന്നതിൻ്റെ താല്പര്യം. ഇവിടെ രസകരമായ സംഗതി, നമ്മൾ പലരും പുതിയ ആളുകളൊക്കെ അസുരന്മാരെന്ന് പറഞ്ഞാൽ ദ്രാവിഡന്മാരും ദേവന്മാരൊക്കെ ആര്യന്മാരാന്നൊക്കെ വാദിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ പുരാണത്തിൽ കാണുന്ന ഇവിടെ ഭഗവാന്റെ മകനാണ്, ഭൂമിദേവിയിലുണ്ടായ മകനാണ്. എന്നിട്ട് പോലും അയാൾ അസുരനായിട്ടാണ് ഗണിച്ചത്, ദേവനായിട്ടല്ല. അപ്പോൾ സ്വഭാവം മുതലായതാണ് പ്രധാനം എന്നർത്ഥം. ഉൽപ്പത്തി നോക്കിയിട്ടാണെങ്കിൽ വിഷ്ണുവിൻ്റെ മകനായി ഭൂമിദേവിയിൽ ജനിച്ച ഒരാൾ അസുരൻ പറയാൻ പാടില്ലല്ലോ. അങ്ങനെയല്ല ഇവിടെ പറഞ്ഞത്, പല പുരാണങ്ങളിൽ കാണാം. അതുകൊണ്ടാണ് ഈ നരകാസുരൻ ഗംഭീരമായ ബ്രഹ്മാവിന് തപസ് ചെയ്തൊന്നും വരവാങ്ങി നോക്കിയില്ല. അതൊന്നും പക്ഷേ ഭാഗവത്തിൽ എവിടെയൊന്നും അത്ര വിസ്തരിച്ച് പറഞ്ഞിട്ടില്ല. ചില പുരാണങ്ങളിലൊക്കെ കാണാമെന്ന് മാത്രം. നരകാസുരൻ വരമായിട്ട് വാങ്ങി തന്നെ അച്ഛൻ മാത്രമേ കൊല്ലാവൂ, അതും അമ്മയുടെ സമ്മതത്തോടു കൂടി മാത്രമേ കൊല്ലാവൂ എന്ന് വരവാങ്ങിയതാണ് കഥ. ഞാൻ പറഞ്ഞ പോലെ എവിടെയൊന്നും അതൊന്നും ഇത്ര വിസ്തരിച്ച് പറഞ്ഞില്ല. ഏതായാലും ഈ നരകാസുരൻ അങ്ങനെ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. അച്ഛൻ്റെ അമ്മയുടെ അനുവാദത്തോടു കൂടി അച്ഛൻ കൊല്ലാതൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് എനിക്കാരെയും ഭയപ്പെടണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ കേവനായിട്ട് പ്രാഗ്യോതിഷപുരം എന്ന് പറയുന്ന സ്ഥലത്ത് ഗംഭീരമായ സൈന്യങ്ങൾ ദേവന്മാരൊക്കെ അവമാനിച്ചു. സാധാരണ ആസുര ബുദ്ധികളുള്ളവർ എന്തൊക്കെ ചെയ്യാറുണ്ടോ അത്ര അതിക്രമങ്ങളും അധർമ്മബഹുലങ്ങളായ പ്രവൃത്തികളൊക്കെ ചെയ്ത് അവിടെ കഴിയായിരുന്നു. അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുക ഒരിക്കലേ ദേവലോകത്ത് ചെന്നിട്ട് ദേവേന്ദ്രൻ്റെ അമ്മയായ അതിഥിയുടെ കുണ്ടലങ്ങൾ അപഹരിച്ചു. ഒക്കെ ധിക്കാരം കാണിക്കാൻ വേണ്ടിയെന്നേ ഉള്ളൂ. അവിടെ വരുണൻ്റെ ആ ഒരു കുടയുണ്ടായിരുന്നു, ആ വരുണൻ കൊടുത്ത കുടയും അപഹരിച്ചുകൊണ്ടുപോയി എന്നാണ് കഥ. അങ്ങനെ ഈ ഇന്ദ്രനാകട്ടെ കേവനാന്നൊക്കെ ഭാവിക്കുന്നയാളും 32 കോടി ദേവന്മാരുടെ നേതാവൊക്കെയാണ്. പക്ഷേ കാര്യമായ അസുരനെയും നേരിടാൻ ധൈര്യമില്ലാത്ത ആളുമാണ്. തൻ്റെ അമ്മയുടെ കുണ്ടലങ്ങനെ അപഹരിക്കപ്പെട്ടപ്പോൾ പരാതി കൊണ്ട് ഇന്ദ്രൻ നേരെ ദ്വാരകയിൽ വന്നിട്ട് കൃഷ്ണനോട് പരാതി പറഞ്ഞു, ഇങ്ങനെ അതിഥിയുടെ കുണ്ടലങ്ങൾ അപഹരിക്കപ്പെട്ടു എന്നുള്ളതും ഈ വരുണൻ്റെ കൊട എടുത്തുകൊണ്ടുപോയി എന്നൊക്കെയുള്ള പരാതി പറഞ്ഞു. അത് നേരെയാക്കി തരാൻ വേണ്ടി സഹായത്തിന് അഭ്യർത്ഥിച്ചു കൃഷ്ണനോട്. കൃഷ്ണൻ അത് ചെയ്യാമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു. അതിന് സത്യഭാമയോട് കൂടിയിട്ട് സ്വർഗലോകത്തേക്കല്ല പ്രാഗ്യോതിഷപുരത്തെ നരകനെ നേരിടാൻ വേണ്ടി പോയി. ഇതാണ് കഥ. ഇവിടെ സത്യഭാമയെ കൂട്ടിയത് നേരത്തെ പറഞ്ഞല്ലോ, ഭൂമിയുടെ പുത്രനാണ് നരകാസുരൻ എന്ന സങ്കല്പമുള്ളൂ. ഭൂമിയുടെ അംശമാണ്, ഭൂമിദേവിയുടെ അംശമാണ് സത്യഭാമയായി ജനിച്ചതെന്ന് ബ്രഹ്മവിവർത്ത പുരാണത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഭാര്യയും കൂട്ടി യുദ്ധത്തിന് പോകാൻ കാരണം. സാധാരണ ഒരു വലിയൊരു യുദ്ധത്തിനൊക്കെ പുറപ്പെടുമ്പോൾ സ്ത്രീകളെ ഭാര്യമാരൊന്നും ആരും കൂട്ടാറില്ല. ഇവിടെ അതിൻ്റെ രഹസ്യതാണ്. പക്ഷേ മഹാഭാരതത്തിലോ അല്ലെങ്കിൽ ഭാഗവത്തിലൊന്നും അത് വ്യക്തമായി പറഞ്ഞില്ല എന്ന് മാത്രം. ആ കഥകളാണ് ഈ 63 പറയുന്നത്, 60 അധ്യായത്തിൽ. ഇവിടെ കേവലമായിട്ടാണ് നരകാസുരൻ്റെ സൈനിക സന്നാഹങ്ങളെക്കുറിച്ചും അയാളുടെ പ്രൗഢിയെക്കുറിച്ചും യുദ്ധത്തിൻ്റെ സാമാന്യം ദീർഘമായ വിവരണമൊക്കെയാണ് 63 അധ്യായത്തിലുള്ളത്. പറഞ്ഞ 128 ശ്ലോകങ്ങളില്ല. അവിടെ പറയാണ് എന്തൊക്കെയാ ഇത്. അവരൊത്തെഴും ശ്രീവാൻ വിഷ്ണു യാദവനന്ദനൻ വീര്യവാൻ ഭഗവാൻ നോക്കി കാത്തിതാ ദ്വാരകാപുരി. ആ ദ്വാരകാപുരി സുഖമായിരിക്കുന്ന കാലത്ത് ഒരു സംഭവം ഉണ്ടായിരുന്നതാണ്. എന്തൊക്കെയാ ചെയ്തത് അദ്ദേഹം? ഇവൻ അതിൽ ചെയ്തു. ഇവൻ നരകാഭിതജാനവൻ, നരകൻ എന്ന പേരുള്ളവനായ ഒരു അസുരൻ ഉണ്ടായിരുന്നു. അയാള് പ്രാഗ്യോതിഷം വാണിരുന്നു, സർവദേവാതിബാധകൻ, ദേവകൾക്കും ഋഷീന്ദ്രർക്കും വിരോധം ചെയ്തതായവൻ, തുഷ്ടാവിൻ മകളെ ഭൗമൻ യമിച്ചിതു കശേരുവേ. തുഷ്ടാവിൻ്റെ മകളെയൊക്കെ വേലക്കാരായിട്ട് അപഹരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. 14 വയസ്സുള്ള കാലത്ത് അപഹരിച്ചു എന്നൊക്കെയാണ്. പിന്നെ എന്ത് ചെയ്തു? ഗന്ധർവകന്യകളെയും ഹരിച്ചു നരകൻ ബലി, ദേവമർത്യ സ്ത്രീകളെയും അപ്സര സ്ത്രീകളെയും
14,000 പിന്നെ 21,100 16,000 നിർത്താം. തമിഴായിട്ട് തർജ്ജമ എങ്ങനെയാണ്? 21,100 എന്ന് പറഞ്ഞാൽ 16,000 ഒരു 100, അല്ലെ 2,000 ഒരു 100, 14,000 ആദ്യം പറഞ്ഞു. 16,100 അല്ല. അതാണ് ഭാഗവതത്തിലൊക്കെ കൃഷ്ണൻ്റെ പത്നിമാര് 16,108 16,008 എന്നൊക്കെ രണ്ട് തരത്തിലും പറഞ്ഞിട്ടുണ്ട്. അതായി പറയുന്നത്. അങ്ങനെ കുറേ സ്ത്രീകളൊക്കെ വ്യാഖ്യാനം പിടിച്ചിട്ട് തന്നെ പ്രാഗ്യോഷപുരത്തിലെ ഗുഹകളിലൊക്കെ ആയിട്ട് താമസിപ്പിച്ചു. ഇവിടെ ഭൂമിദേവിൻ്റെ മകനാന്ന് ഇവിടെയും പറയുന്നുണ്ട്. അവൻ ഭൂമിദേവി വെറ്റവൻ പ്രാഗ്യോതിഷപുരാലയൻ ദ്വാരപാലന്മാർകൾ 4 രണദുർമലർ. തൻ്റെ കോട്ട കാത്ത് രക്ഷിക്കാനൊക്കെ കേവന്മാരായ 4 ആൾക്കാരുണ്ടായിരുന്നു. ഹയഗ്രീവൻ, നിസുന്ദൻ താൻ, വീരൻ, പഞ്ചനദാഖ്യനും 1000 മക്കളൊത്തവരണം മുരദൈത്യനും. മുരൻ മുതലായ അസുരന്മാരുണ്ടായിരുന്നു. ഈ മുരനെ കൊന്നുകൊണ്ടുകൂടിയാണ് കൃഷ്ണന് മുരാരി എന്ന് പേരുണ്ടായത്. അങ്ങനെയുള്ള കേവനാന്നൊക്കെ പറയാൻ. അങ്ങനെയുള്ള ആ വിദ്വാനാണ് ഈ ദേവമാതാവായ അതിഥിയുടെ കുണ്ടലങ്ങൾ മോഷ്ടിച്ചു, വരുണൻ്റെ കൂടെ അപഹരിച്ചു ഒക്കെ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഇന്ദ്രൻ വന്നിട്ട് പറയാണ്, ദേവകീപുത്ര കേളൻ ദേവജനം മധുസൂദന, എന്തിനാ ഞാനിങ്ങ് വന്നു എന്നതും ശത്രുകർശന. ദ്വാരയിൽ ചെന്നിട്ട് ഇന്ദ്രൻ പറയാൻ, അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? ഈ വിഷമങ്ങളൊക്കെ ഉണ്ടായി ഹരിച്ചാൻ അതിഥിക്കുള്ള കുണ്ടലന്തിഥി നന്ദനൻ, അവൻ നിൽക്കുന്നു ദേവർഷി വിപ്രിയത്തിനു നിത്യവും, ആ ഭാവിയെ ദേവകാര്യം നോക്കിക്കൊന്നീ വേണമേ അഭ്യർത്ഥിച്ചു. അപ്പോൾ ഒരു അഭ്യർത്ഥനയും കൂടിയാണ്. അസുര വിഗ്രഹം എന്ന് പറയുന്നത് ഭഗവാന്റെ ഒരു കർത്തവ്യമാണ്. ഇവിടെ ആകട്ടെ പ്രത്യേകമായ പരാതി കിട്ടില്ല. അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടി കൃഷ്ണൻ എന്ത് ചെയ്തു? ആനപ്പുറത്തു ദേവേന്ദ്രൻ ഹേമാര് പുറപ്പെട്ടു എന്നാണ്. ദേവേന്ദ്രൻ ഗരുഡൻ ജനാർദ്ദനൻ. ദേവേന്ദ്രനെ അങ്ങോട്ട് തന്നെ കൂട്ടി ദേവേന്ദ്രൻ ഐരാവത്തിൻ്റെ പുറത്തും ഭഗവാൻ ഗരുഡൻ്റെ പുറത്തുമായിട്ട് ദൂരത്തായിട്ട് ശോഭിച്ചു സൂര്യൻ ദുഃഖ കണക്കിന്. ആകാശേ കേശവൻ ഗന്ധർവ അപ്സര സ്ത്രീ ഗണങ്ങളാൽ സ്തുതനായി ശക്രനും പിന്നെ ക്രമത്താല പറഞ്ഞുപോയി. അപ്പോൾ യുദ്ധത്തിന് പുറപ്പെടുകയാണ്. നരകാസുരൻ്റെ കഥ ഇപ്പം തീരുന്നുള്ളതുകൊണ്ട് ദേവന്മാരൊക്കെ ആഘോഷമായിട്ട് ആ യാത്ര എന്നൊക്കെ പറയാൻ അവിടെ ചെന്നു. ദ്വാരപാലന്മാരായിരിക്കുന്ന ആളിലൊക്കെ വധിച്ചു. പിന്നെ യുദ്ധത്തിന് സാമാന്യമായ വർണ്ണനയാണ്. പൊന്നണിഞ്ഞുള്ള ആകതയെ മുറിച്ചു നടുക്കുതാൻ പലതരത്തിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചു. അങ്ങനെ വധിച്ചു. നരകനുള്ള ശക്തോഗ്രാശരവീരരെ, നരകന് അവലംബമായി നിന്ന കേവന്മാരായിരുന്ന അസുരന്മാരും കൂടെ ആദ്യം കൊന്നു. ഹയഗ്രീവനെ കൊന്നു, സുനന്ദനെ കൊന്നു. നേരത്തെ പറഞ്ഞ ആൾക്കാരുണ്ട്, അവരൊക്കെ കൊന്നു. അത് നമ്മളത്ര വിസ്തരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? പിന്നീട് ദാനവരെ കണ്ടു ചൊടിച്ചു മധുസൂദനൻ പരം പാർജന്യമാകുന്ന ദിവ്യാസ്ത്രത്താൽ ജനാർദ്ദനൻ. പാർജന്യം എന്ന് പറയുന്ന അസ്ത്രം ഉപയോഗിച്ചു. ഇങ്ങനെ ചുരുക്കത്തിൽ കുറച്ച് നേരം കൊണ്ട് തന്നെ ഈ കോട്ടകൊത്തളങ്ങളൊക്കെ തകർത്തു. ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ സാക്ഷാൽ നരകാസുരൻ തന്നെ യുദ്ധത്തിന് വന്നു. കേമായിട്ടാണ് പുറപ്പാടൊക്കെ, വലിയ കേമായിട്ടാണ്. 1000 കുതിര പൂട്ടിയ തേരിലാണ്. അത് വളരെ വിസ്തീർണമായ തേരായിരുന്നു. സ്വർണത്തിൻ്റെ തണ്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു ഒക്കെ തിരിച്ച് പറയുന്നുണ്ട്. യുദ്ധത്തിൽ പോകുന്ന ആൾക്ക് ഈ സ്വർണത്തിൻ്റെ കയ്യിലിരുന്നു കൊണ്ട് എന്താ പ്രയോജനം? അതൊക്കെ അവരെ കേമത്തെ കാണിക്കാൻ പറയാൻ. എന്തൊക്കെയാണ് ചെയ്തത്? വിരൂപാക്ഷം മുതലായവരൊക്കെ കൊന്നു കഴിഞ്ഞപ്പോഴാണ് ഈ യുദ്ധം പുറപ്പെട്ടത്. 8 ഇരുമ്പിൻ ചക്രമുള്ള 3 നല്ലൊരു രഥം, രത്ന പൊന്നണിയുള്ള 1 വേദി വിസ്താരമുള്ളതായി, വൻപിച്ച കാഞ്ചനമായി വജ്ര ധ്വജമനോഹരം. കൊണ്ടുപെടുത്ത കൊടിമരുണ്ടാവും തേരിൽ, അതൊക്കെ ഉണ്ടായിരുന്നു. പൊന്നും തണ്ടിൽ കൊടിയൊടും വൈഡൂര്യമണികൂപുരം, 1000 വാരിയെ പൂട്ടി ശത്രുത്തേർ കളയും രഥം. 1000കണക്കിന് കുതിരകളെ പൂട്ടിയ തേരിലാണ് യമന് പുറപ്പെട്ടതാണ്. വജ്രം രഥച്ചട്ട ശശങ്കവർണ്ണമണിഞ്ഞു മുക്താനലതുല്യഭാസായി, കിരീടവും വെച്ചു ഹുദാശനാഭൻ കർണങ്ങളിൽ കുണ്ടലവും ധരിഞ്ചോൻ. എനിക്കാണ് നരകാസുരൻ്റെ പുറപ്പാട്. കുണ്ടലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കേമായിട്ട് പുറപ്പെട്ടു. കൃഷ്ണനായിട്ട് യുദ്ധം ചെയ്തു. ആ യുദ്ധമൊന്നും പ്രത്യേകിച്ച് വർണ്ണിക്കാനല്ല. അവസാനം നരകനെ വധിച്ചു. ഒക്കെ തന്നെയാണ് പ്രധാന വിഷയം. ആ സൈന്യം ശരവർഷത്തിൽ പോർക്കളം വിട്ടു വാഞ്ഞുപോയി. ഭഗവാന്റെ ഈ അസ്ത്രവർഷം സഹിക്കാതെ വല്ലു പുറപ്പെട്ടി. സുരസംഘത്രാസകാരി നരകൻ പുരുഷേന്ദ്രനായി. ആ പുരുഷേന്ദ്രനായ ഭഗവാനായിട്ട് യുദ്ധം ചെയ്തു. അവസാനം ഭഗവാൻ തൻ്റെ ചക്രം കൊണ്ട് അയാളെ ശിരസ് ഛേദിച്ചു. പ്രധാനമായിട്ടു ദീപ്തചക്രം കൊണ്ട് 2ആക്കിയിടിന അനുഗ്രഹചക്രനെ. അവൻ്റെ ദേഹം ചക്രത്താൽ 2ആയി വീണിത് ഭൂമിയിൽ. അതോടുകൂടി നരകാസുരൻ്റെ അഹങ്കാരമൊക്കെ തീർന്നു.
നരകാസുരൻ്റെ അമ്മയായ ഭൂമിദേവി തന്നെ പ്രത്യക്ഷമായിട്ട് കൃഷ്ണനോട് പറഞ്ഞു, അങ്ങ് മഹാഭാവിയായി ഇവനെ കൊന്നത് നന്നായി എന്ന് പറയുന്നതാണ്. അത് ചെറിയൊരു അധ്യായം തന്നെയുണ്ട് ഭാഗവതത്തിൽ. എൻ്റെ മകനെയാണ് വധിച്ചതെങ്കിലും ഭൂമിദേവി സന്തുഷ്ടയായിട്ട് ഭഗവാനെ സ്തുതിച്ചു എന്നാണ്. മകൻ വീണത് കണ്ടു ഊഴി കുണ്ടലങ്ങളിൽ എന്തുടൻ ഗോവിന്ദനെ ചെന്നു കണ്ടു പറഞ്ഞു. പിന്നെ ഇങ്ങനെ ഇവിടെ പറയുന്ന ഈ നരകാസുരൻ അപഹരിച്ച കുണ്ടലങ്ങളെടുത്ത് നരകാസുരൻ്റെ അമ്മയായ ഭൂമിദേവി തന്നെ കൃഷ്ണന് കൊടുത്തു എന്നാണ്. നീ തന്നെ തന്നരിവനെ ഗോവിന്ദാകൊല ചെയ്തു നീ. ആ പദങ്ങളിലും കൃഷ്ണൻ്റെ മകനാണ്, വിഷ്ണുവിൻ്റെ മകനാണ്, ഭൂമിദേവിൻ്റെ മകനാണെന്ന് വ്യക്തമായിട്ട് പറയുന്നില്ല. നീ തന്നെ തന്നൊരീഗോ ഇവനെ, ഭഗവാനെ അങ്ങയിൽ നിന്നുണ്ടായ പുത്രനെ അങ്ങനെ ഒന്നുമല്ലോ. കളിക്കോപ്പിൽ ബാലമട്ടി ഇഷ്ടം പോലെ കളിക്കണി. യഥാർത്ഥം എൻ്റെ ഓരോരോ കളിയെന്ന് ഇതൊക്കെ പറയാനുള്ളൂ. അങ്ങനെ കുണ്ടലവും കൂടെയൊക്കെ തിരിച്ചു കൊടുത്തു. കൃഷ്ണനത് ഇന്ദ്രൻ നൽകുകയും ചെയ്തു. കുറച്ച് ദിവസം ഇന്ദ്രലോകത്ത് താമസിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവരുമായിട്ട് ധാരാളം രത്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ നരകാസുരൻ്റെ കൊട്ടാരത്തിൽ. അതൊക്കെ കണ്ടെടുത്തു. അവർ വിസ്തരിച്ച് പറഞ്ഞത് 8 ലക്ഷം ദേശജങ്ങളാകും മുഖ്യങ്ങളും 8 ലക്ഷത്തോളം കുതിര ഉണ്ടായിരുന്നു. പല പ്രദേശങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് അനവധി തരത്തിലുള്ള രത്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ആവിരോമം വെച്ചാൽ ആട്ടിൻരോമം കൊണ്ടുണ്ടാക്കിയ ധാരാളം ഉടുപ്പുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ കേമായിട്ട് പറയുന്നുണ്ട്. എത്ര രത്നം കണ്ടു ബഹുധനം നരകമന്ദിരേ, അത്രയില്ല കുബേരനും ചക്രനും യവൻ ശരി. ഈ നരകാസുരൻ ശേഖരിച്ച് വെച്ചത്ര രത്നസഞ്ചയം കുബേരന് പോലും ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ. ഇതൊക്കെ ചെയ്തു. അതിനുശേഷം ഈ കന്യകമാരെയൊക്കെ മോചിപ്പിച്ചു. നേരത്തെ തളവിലായിരുന്ന കന്യകമാരൊക്കെ മോചിപ്പിച്ചു. അവർക്കൊക്കെ ആദ്യം വിവരം കിട്ടി, നരകാസുരൻ കൊല്ലപ്പെട്ടു എന്ന് വിവരം കിട്ടി. അവരൊക്കെ വന്നു കൃഷ്ണനോട് പറഞ്ഞു, സത്യം മുൻപിങ് വീശുന്ന വായുധങ്ങളുടെ ഔതിനാണ്. വായുദേവൻ തന്നെ ഞങ്ങളോട് വന്ന് പറഞ്ഞു. കാറ്റില് വാർത്ത വരുന്നു എന്നുള്ള അർത്ഥത്തിൽ പറയാണ്. അത് പറഞ്ഞു. നാരദൻ ഞങ്ങളോട് പറഞ്ഞു, ഇതാ അങ്ങ് നരകാസുരനെ കൊന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഞങ്ങളുടെ മനസ്സൊക്കെ അങ്ങനെയാണ്, അല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ അനാഥകളാണ്. വളരെ കാലം അന്യൻ്റെ തടവറയിൽ പാർത്ത സ്ത്രീകൾ ആരും നാട്ടിൽ പോയാൽ സ്വീകരിക്കില്ല. അങ്ങ് തന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞു. ഞാൻ അവരെയൊക്കെ ദ്വാരകയിലേക്ക് അയച്ചു. അതിനുശേഷം ഒരേ സമയത്ത് ഈ 16 കന്യകമാരെയും വിവാഹം ചെയ്തു ഭാഗവത്തിൽ പറഞ്ഞിട്ടുണ്ടാകും. ഏകസ്മിന്നാണ്, ഒരേ ഒരു മുഹൂർത്തത്തിൽ തന്നെ രൂപം ധരിച്ച് 16,000 രൂപങ്ങൾ ധരിച്ചിട്ട് ഭഗവാൻ ഒരേ സമയത്ത് തന്നെ സ്ത്രീകളെ മുഴുവൻ സ്വീകരിക്കുകയും ചെയ്തു. പല അഭിപ്രായങ്ങളാണെന്ന് പറഞ്ഞാൽ, അനാഥകളായ സ്ത്രീകൾക്ക് പതിയായിട്ട്, ഭർത്താവായിട്ട്, അവരുടെ രക്ഷിതാവായിട്ട് ഞാനുണ്ട് എന്ന് പ്രഖ്യാപിച്ചു ആശയമായിട്ട് പറയാം. അങ്ങനെ കാമം കൊണ്ടല്ല ഭഗവാൻ ഇവരൊക്കെ സ്വീകരിച്ചതെന്ന് അർത്ഥം. കാരണം അനാലംബകളായി അന്യൻ്റെ തലമുറയിൽ കിടന്ന ആളുകളെ ആരും പിന്നെ സ്വീകരിക്കില്ല. അവരുടെ ജീവിതത്തിനൊക്കെ എന്ത് ചെയ്തു, നാഥനായി ഞാനുണ്ടെന്ന് പ്രഖ്യാപിച്ചു. ഇതൊക്കെയാണ് ആ കഥ പറഞ്ഞ ഈ കൃഷ്ണനീമർത്യനാകാലഞ്ചരയൽക്കില്ല ഈ വധു പല ഗേമായിട്ട് പറഞ്ഞു. നീ അദൃശ്യനാണ്, അദൃശ്യൻ സർവ്വജീവിക്കും നീ അവധ്യനുമായി വരും എന്നൊക്കെ ആ ശചീദേവി മാത്രമല്ല അതിഥി അനുഗ്രഹിച്ചു. അതിഥിനെ കുണ്ടലം കൊണ്ടു കൊടുത്തല്ലോ ദേവമാതാവായ അതിഥി. അത് കൃഷ്ണനെ അനുഗ്രഹിച്ചിട്ട് പറയുകയാണ്, നീ മർത്യനാകാലം ജരയൽക്കല്ല ഈ വധു, നിന്റെ വധുക്കളൊക്കെ എന്ത് ചെയ്തില്ല, നീ മനുഷ്യ ജീവിതത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം ജരാതരങ്ങളൊന്നും ബാധിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവരൊക്കെ സന്തോഷിച്ചു. ഒരു കാര്യം ചെയ്ത് അവിടെ പാരിജാത വൃക്ഷം ഉണ്ടായിരുന്നു. പാരിജാത വൃക്ഷത്തിൽ സത്യഭാമയ്ക്ക് ഒരു കമ്പൗണ്ട് കണ്ടപ്പോൾ ഭഗവാൻ ആ സ്വർഗലോകത്തുള്ള പാരിജാത വൃക്ഷം പറിച്ചെടുത്തിട്ട് ഗരുഡൻ്റെ പുറത്ത് വെച്ചിട്ട് കൊണ്ടുവന്നു. പറിച്ചു വിഷ്ണു ഗരുഡപ്പുറത്തങ്ങു ഏറ്റിനാൻ ദിവ്യം നിത്യം പൂവണിഞ്ഞ പാരിജാത മഹാധ്രുവം. വൃക്ഷം പാരിജാതം എന്ന് പറയുന്ന വലിയ വൃക്ഷത്തെ പിടിച്ചു കൊണ്ടുവന്നു. അത് അത്ര ഇഷ്ടമായില്ല ഇന്ദ്രന്. അതിൻ്റെ പേരിൽ പിന്നീട് യുദ്ധമൊക്കെ ഉണ്ടായതായിട്ടൊക്കെ ഉണ്ട്. അതായത് ഈ അധ്യായത്തിൽ ഇപ്പോൾ പറഞ്ഞില്ല. കണ്ണൻ ചെയ്തുള്ള ഒരു അക്കർമ്മം കേട്ടപ്പോൾ ദേവനായകൻ സമ്മതിച്ചു എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഭാഗവത്തിൽ അങ്ങനെയല്ല. ഇദ്ദേഹം തൻ്റെ അനുവാദമില്ലാതെ പാരിജാത വൃക്ഷം കൊണ്ടുപോയതിനെ പറ്റി ഇന്ദ്രന് ക്രോധമുണ്ടായി. ഇന്ദ്രൻ യുദ്ധത്തിന് വന്നു കൃഷ്ണനോട്. പക്ഷേ സ്വാഭാവികമായിട്ടും തോൽപ്പിക്കപ്പെട്ടു ഇന്ദ്രൻ. അങ്ങനെ ഇന്ദ്രൻ ലജ്ജിതനായി തിരിച്ചു പോവുകയും ചെയ്തു. ഇവിടെ പറയുന്നത് കുറച്ച് വ്യത്യാസമായിട്ടാണ്. ഇത്രയും കാര്യങ്ങളാണ് 64 വരെയുള്ള അധ്യായങ്ങൾ പറഞ്ഞത്. ഇനി കൃഷ്ണൻ്റെ ദാമ്പത്യത്തെ പറ്റി അങ്ങനെയുള്ള രസകരമായ കഥകൾ, പിന്നെ ഭഗവാൻ ചില അത്ഭുത കൃത്യങ്ങൾ, രുക്മിണി സത്യഭാമി തമ്മിലുണ്ടായ ചില പ്രണയകലഹങ്ങൾ, അഥവാ കൃഷ്ണനോട് സത്യഭാമിക്കുണ്ടായ ചില എന്താ പറയുക സൗന്ദര്യപ്പിണക്കം എന്നൊക്കെ പറയാൻ ഈ കഥകളൊക്കെയാണ് ഇനിയുള്ളത്. അതൊക്കെ നമുക്ക്
അടുത്ത പ്രഭാഷണം കേൾക്കാം. തൽക്കാലം ഇവിടെ ഉപസംഹരിക്കുകയാണ്. നമസ്കാരം.